Hello guys, thanks for checking back on my channel, Mr. Chef. ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വളരെ വ്യത്യസ്തമായിട്ടും വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബീഫ് റിബ്സിന്റെ റെസിപ്പിയാണ്. നമ്മുടെ ചാനലിൽ പല പ്രാവശ്യമായിട്ട് നമ്മൾ ബീഫിന്റെ റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ബീഫ് റിബ്സിന്റെ റെസിപ്പി നിന്ന് വളരെ ടേസ്റ്റിയാണ്, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുമാതിരി തന്നെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. വീക്കെൻഡ് സ്പെഷ്യൽ ആയിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഈവനിങ് കലാപരിപാടിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റിബ്സിന്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ റെസിപ്പിക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും ഞാനിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായി നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷൻ ആരംഭിക്കാം. ആദ്യം തന്നെ കുക്കർ എടുത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് കഴുകിയെടുത്ത 2 കിലോ ബീഫിന്റെ റിബ്സ് നമുക്ക് ഇതിലേക്ക് ഇടാം. റിബ്സ് ഇട്ടതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 3/4 ടേബിൾ സ്പൂൺ ഉപ്പ്, 3 മുതൽ കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിൻ്റെ ലിഡ് വെച്ച് സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം 1 വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി 3 വിസിൽ സിമ്മറിലും അടിച്ചെടുക്കാം. നമുക്ക് അടുത്ത നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളത്തിൽ കുതിർത്തെടുത്ത 20 വറ്റൽമുളക് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കാം. ചില്ലി നമ്മൾ ചെറുതായി കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വെള്ളത്തിലിട്ട് അരമണിക്കൂർ കുതിർത്തെടുത്തിരിക്കുന്നത്. 150 ഗ്രാം കുഞ്ഞുള്ളി, ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി, ചെറിയ ഗാർലിക് ആണെങ്കിൽ 25 അല്ലി, വലിയ ഗാർലിക് ആണെന്നുണ്ടെങ്കിൽ ഒരു 15 ഗാർലിക്കും കൂടെ നമുക്ക് ഇതിലേക്ക് ഇടാം. 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്, 3/4 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നമുക്കിത് മിക്സിയിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തുകൊണ്ട് വരാം. ഗൈസ്, അങ്ങനെ നമ്മളുടെ മസാലയെല്ലാം നമ്മൾ മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി ഇതുമാതിരി നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കാം. ഇത് നമുക്കെടുത്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. നമ്മളെ ബീഫ് ഇവിടെ നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ 1 വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി 4 വിസിൽ സിമ്മറിലുമാണ് ഇട്ടിരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞത് 3 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 4 വിസിലാണ് സിമ്മറിൽ അടിച്ചെടുത്തിരിക്കുന്നത്. അടുത്തായി നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇറച്ചിയൊക്കെ നമ്മുടെ എല്ലിൽ നിന്നും നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരിവ് ആവുന്ന വരെ നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തായി നമുക്കിതെടുത്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തായി സ്റ്റവ് ഓൺ ആക്കിയതിന് ശേഷം ഒരു നോൺ സ്റ്റിക്ക് പാൻ സ്റ്റവിലേക്ക് വെക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ നമുക്ക് ഒഴിക്കാം. ഓയിൽ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 4-5 വറ്റൽമുളക്, 3-4 കറിവേപ്പില കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. സ്പൈസസ് റോസ്റ്റ് ആയി കഴിയുമ്പോൾ ഇതിലേക്ക് നേരത്തെ മിക്സിയിൽ അടിച്ചെടുത്തത് നമുക്ക് പാനിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. നമ്മുടെ അരച്ചെടുത്ത മസാല ഒരു 3 മിനിറ്റ് നേരം കുക്ക് ചെയ്ത് കഴിയുമ്പം നമ്മുടെ ബീഫ് കുക്ക് ചെയ്ത സ്റ്റോക്കും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. അടുത്തായി നമ്മളുടെ ഈ സോസ് നന്നായിട്ട് തിക്കാവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി നമ്മളുടെ മസാല നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുമാതിരി നമ്മുടെ സോസ് നല്ല തിക്കായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ബീഫ് നമുക്ക് പാനിലേക്ക് ഇടാം. ബീഫ് പാനിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗൈസ്, അങ്ങനെ നമ്മളുടെ ബീഫ് ഇട്ടതിന് ശേഷം നമ്മളുടെ സോസിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ സോസ് നന്നായിട്ട് ബീഫിൻ്റെ മീറ്റിലൊക്കെ അബ്സോർബ് ചെയ്തിട്ടുണ്ട്. അതുമാതിരി തന്നെ ഗ്രേവി നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമുക്കൊരു സെമി ഗ്രേവി എന്ന് ഇപ്പോൾ പറയാൻ പറ്റും. ഈ ഒരു പരുവത്തിലെത്തി കഴിയുമ്പോൾ നമ്മളുടെ സ്റ്റവ് ഓഫ് ആക്കിയതിന് ശേഷം നമുക്കിത് കഴിക്കാൻ പറ്റുന്നതാണ്. അടുത്തതായി നമുക്കിതൊന്ന് പ്ലേറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കാം. ഗാർണിഷ് ചെയ്യാനായിട്ട് ജൂലിയനായിട്ട് അരിഞ്ഞ ജിഞ്ചറും അതുമാതിരി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തായി നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ്, അങ്ങനെ നമ്മുടെ ബീഫ് റിബ്സിൻ്റെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്.
വളരെ ടെൻഡറും ജ്യൂസി ആയിട്ടാണ് നമ്മളുടെ മീറ്റ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി നമ്മളുടെ മീറ്റ് ബോണിൽ നിന്ന് ഫാൾ ഓഫ് ചെയ്യുന്ന മാതിരിയാണ് നമ്മൾ കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. മസാലയും സ്പൈസസും ഒക്കെ കറക്റ്റ് എമൗണ്ട് ആണ്. നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യുക, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും നമ്മുടെ കമന്റ് സെക്ഷനിൽ എഴുതിയിരിക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുമാതിരി തന്നെ നിങ്ങളുടെ ഫുഡി ഫ്രണ്ട്സിന് നമ്മുടെ ഈ വീഡിയോ അയച്ചു കൊടുക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളെ വീഡിയോയ്ക്ക് ഓരോ ലൈക്സ് കൊടുക്കുക. ഇതുമാതിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള വീഡിയോസ് കാണുവാനായിട്ട് നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി, ആൻഡ് ഐ സീ യു വിത്ത് എ ഡിഫറെന്റ് വീഡിയോ. ബൈ.